ഹലോ ഗൈസ്, ഈ തിരക്ക് പിടിച്ചോടുന്നത് ഇതാ നിലമ്പൂർ പാട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അച്ഛനാകെ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അച്ഛനും അമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 5 ആളും കൂടെ പോയി. ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സംഭവം തന്നെ. പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് ലൈറ്റിൻ്റെ അവിടെ നിന്നിട്ട് ദേവും തിരിച്ച് ആദ്യമായിട്ടാണ് നിലമ്പൂർ പാട്ടിന് വരുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതാ എല്ലാം അത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. രണ്ടാളും കൂടെ രണ്ടാൾക്കും ജീപ്പിൽ കയറാനൊരാഗ്രഹം. അങ്ങനെ പിന്നെ രണ്ടാളും കൂടെ ജീപ്പിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നു കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ദിച്ചുവിന് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകൾ ഓരോന്ന് കണ്ടിട്ട് ആ സങ്കടമൊക്കെ മാറിയിട്ടോ. തോണിയും യന്ത്രൂഞ്ഞാലും മരണക്കിണറും പിന്നെ കുറേ റൈഡുകളും ഗെയിമുകളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലുകളുടെ സെക്ഷൻ ആകുമ്പോൾ എന്തായാലും ഞാൻ അവിടേക്ക് ഒന്ന് കയറി നോക്കിയേ. ദിച്ചുവിന് ഇതാ തോണിയിൽ കയറണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. കളിപ്പാട്ടമൊക്കെ രണ്ടാളും കൂടെ നോക്കി അങ്ങനെ രസിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെയും കമ്മൽ കണ്ടുപോയി ഞാൻ വീണ്ടും ആ ഭാഗത്തേക്ക് എന്നെ വലിഞ്ഞു പോയിട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കയറുന്നത് ഈ കമ്മലിൻ്റെ ഷോപ്പിലാട്ടോ. പിന്നെ പഴയകാല മിഠായികളൊക്കെ നോക്കി നടന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുലുക്കി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. പക്ഷെ എന്നാലും ഇതൊന്ന് വീഡിയോയിൽ പിടിച്ചേ ഇങ്ങനെ അടിക്കുന്നത്. നല്ല സ്പീഡിലും താളത്തിലൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. കുലുക്കി സർബത്തിന് പകരം പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്ലാൻ പിന്നെയും മാറ്റി. ഭേൽപൂരിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി നിന്നത്. കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കുറച്ച് അങ്ങനെ എടുത്ത് ഞങ്ങൾ നിന്നു. അവസാനം എന്താ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്നതാണ്. ദേവ് ഫസ്റ്റ് കിട്ടിയ പാടെ മണത്തോക്കുക കേട്ടോ ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ദിച്ചാണെങ്കിൽ അതിന് മുകളിലുണ്ടായിരുന്ന ഒരു മഞ്ഞ മിക്സറുണ്ട്, അത് കുറേശ്ശെ എടുത്ത് കഴിക്കായിരുന്നു. ദേവുവിന് പക്ഷേ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഹലുവേൻ്റെയൊക്കെ സെക്ഷനിലേക്ക് കേട്ടോ. അവിടെ ചക്കര ജിലേബിയും ഹലുവയും വെറൈറ്റി ഹലുവകൾ ഉണ്ടായിരുന്നു കേട്ടോ. പൊരിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. പിന്നെ നേരെ പോയത് അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിട്ട് അവിൽ മിൽക്ക്. അങ്ങനെ പിന്നെ അത് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നേ. ദിച്ചും ദേവും കൂടെ കുറേശ്ശെ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ദിച്ചു വാശി പിടിച്ചിരുന്നത്. കഴിച്ച് നോക്കിയപ്പോഴോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് കംപ്ലീറ്റ് ചിലവും അനിയൻ്റെ വക തന്നെയായിരുന്നേ. അങ്ങനെ ഈ വർഷത്തെ നിലമ്പൂർ പാട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം വേണം പോകാൻ. പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അനിയൻ. ദിച്ചുട്ടൻ ഈ ഒരു തീവണ്ടിയും ദേവുവിന് തലയിൽ ഇങ്ങനെ വെക്കുന്ന ലൈറ്റൊക്കെ മിന്നുന്ന ഈ സാധനമാണ് വാങ്ങിയത്. എനിക്ക് പിന്നെ എല്ലാത്തെയും പോലെ കമ്മൽ വാങ്ങി തന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയ ചക്കര ജിലേബിയും ഹലുവയൊക്കെ വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.